ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ചാപ്റ്റർ 1 ദ പ്ലാൻ എന്ന് പറയുന്ന ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ചാപ്റ്റർ 2 ദ DIY VU മീറ്റർ. സോ നിങ്ങൾ ചാപ്റ്റർ 1 കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാനഡയിൽ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നതിൻ്റെ വെരി ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റെപ്പ് എടുക്കുകയാണ്. അതായത് ഒരു VU മീറ്റർ എല്ലാം 358 ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനലോഗ് VU മീറ്റർ, ഒരു DIY കിറ്റ്. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അലി എക്സ്പ്രസിൽ നിന്നായിരുന്നു. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ആണ് ഞാൻ അലി എക്സ്പ്രസ്, നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ അലി എക്സ്പ്രസിൽ നിന്ന് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഓഫറിൽ അവർ തന്നു. ഏകദേശം $3.23 കനേഡിയൻ ഞാൻ ഈ ഒരു VU മീറ്റർ വാങ്ങിച്ചിട്ടുള്ളത്. നത്തിങ് എക്സ്ട്രാ ഡെലിവറി ചാർജോ അല്ലെങ്കിൽ എക്സ്ട്രാ ടാക്സോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം നാട്ടിലെ $203 മാത്രമാണ് ഈ ഒരു VU മീറ്റർ കിറ്റിന് എനിക്കായിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് എ സ്റ്റീൽ. പക്ഷേ തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ടെൻഷൻ ആയിരുന്നു. കാരണം ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ പ്രോഡക്റ്റ് എത്തുമോ, ഡെലിവർ ആവുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിലും നേരത്തെ തന്നെ പ്രോഡക്റ്റ് അറൈവ് ചെയ്തു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു ഗ്രീൻ ഡബിൾ സൈഡ് PCB ആണ് ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് തന്നെ. ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി, അതിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു പാക്കറ്റിൽ 2 ചെറിയ അനലോഗ് VU മീറ്ററാണ്. അതിനകത്ത് LED ഇൻബിൽട്ടായിട്ട് തന്നെ ഒരു യെല്ലോ LED ഒക്കെ വരുന്ന ടൈപ്പ് VU മീറ്ററാണ് വരുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു പോയിന്റിലും വിചാരിച്ചു എനിക്ക് പണി കിട്ടി, എന്നെ പറ്റിച്ചു എന്നുള്ളത് ഞാൻ വിചാരിച്ചു. കാരണം വളരെ ചെറുതാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും വളരെ ചെറുതാണ്. പക്ഷേ ഞാൻ വീണ്ടും ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയ സമയത്ത് അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡയമീറ്റർ സൈസ്. ഞാനത് നോക്കാതെ വിട്ടുപോയതിൻ്റെ എൻ്റെ സൈഡിലെ മിസ്റ്റേക്ക് ആയിരുന്നു അത്. സോ പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആംപ്ലിഫയറിൻ്റെ ആ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ അതിൽ ഞാനൊരു റെഡ് റിങ് ചുറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു, അതിനൊരു വിഷ്വൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തായാലും അത് കാര്യമായി. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി കാണിക്കാം. പിന്നീട് ഒരു പാക്കറ്റിനുള്ളിലാണ് ഇതിൻ്റെ കോമ്പണൻസ്, ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കോമ്പണൻസ് ഉണ്ടായിരുന്നത്. എല്ലാം 358 IC. അതാണ് ഈ ഒരു VU മീറ്റർ ഡ്രൈവറിൻ്റെ മെയിൻ ഹേർട്ട് എന്ന് പറയുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റേഴ്സ്, ഡയോഡ്, റെസിസ്റ്റർ, പിന്നെ ഒരു 7812 IC റെഗുലേറ്റർ IC, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള 12 വോൾട്ട് DC കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു DB10 ഡയോഡ് വരുന്നുണ്ട്. ഈ നമ്മളതിനകത്തേക്ക് കൊടുക്കുന്നത് 12 വോൾട്ട് സിംഗിൾ സപ്ലൈ AC ആണ് കൊടുക്കുന്നത്. പിന്നെ ഒരു W203 വേരിയബിൾ റെസിസ്റ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീഡിലിൻ്റെ സെൻസിറ്റിവിറ്റി, അതായത് ആ ഒരു മീറ്റർ മൂവ് ചെയ്യുന്ന ആ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, പാട്ടിനനുസരിച്ച് എത്ര വോളത്തിൽ അത് നമുക്ക് അനങ്ങണം എന്നുള്ള ഒരു സെൻസിറ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള വയറെല്ലാം നമ്മൾ സോൾഡർ ചെയ്തല്ല, കണക്ടേഴ്സാണ്, സ്ക്രൂ ടൈപ്പ് കണക്ടേഴ്സാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു VU മീറ്റർ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ മാത്രമല്ല, ഒരു കോർ വിഷ്വൽ എലമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോജക്റ്റിൻ്റെ ബഡ്ജറ്റ് ഒരുപാട് മുകളിലേക്ക് പോകാതെ തന്നെ നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ അധികം സമയം കളയാതെ നേരെ നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു VU മീറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ സിഗ്നലാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത്. വളരെ വീക്കായിട്ടുള്ള ഓഡിയോ സിഗ്നലിനെ നേരെ ഈ ഒരു മൂവിങ് നീഡിൽ ഇൻഡിക്കേഷനിലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഒരു സിമ്പിൾ അനലോഗ് പ്രോസസ് വഴി. ഈ ഒരു ഓഡിയോ സിഗ്നൽ നേരെ നമ്മുടെ സർക്യൂട്ടിലേക്ക് എൻ്റർ ചെയ്യാണ്. ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അതായത് അതിനൊരു പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഇതിലുള്ള ഡയോഡുകൾ അതിനെ റെക്ടിഫൈ ചെയ്ത് DCയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് AC സിഗ്നൽ ഓഡിയോ സിഗ്നലിനെ ഒരു DC പൾസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ DC പൾസാണ് നമ്മുടെ VU മീറ്റർ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതിൽ LM358 എന്ന് പറയുന്ന ഒരു IC, ഈ ഒരു IC ഇതിലൊരു സിഗ്നൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു ബഫറായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു IC ഈ ഒരു കുഞ്ഞൻ സിഗ്നലിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുന്നു. ഈ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ നേരെ ഇനി ചെല്ലുന്നത് നമ്മുടെ W203 എന്ന് പറയുന്ന ട്രിമ്മർ പൊട്ടൻഷ്യോമീറ്ററിലേക്കാണ്. അവിടെയാണ് നമ്മൾ ഇതിന്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ സെൻസിറ്റിവിറ്റി ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ലോ വോളിയത്തിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ മീറ്റർ അനങ്ങും. അങ്ങനെ ഈ ഒരു സിഗ്നൽ നേരെ നമ്മൾ വയർ വഴി VU മീറ്ററിലേക്ക് എത്തുന്നു. അതിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഈ ഒരു നീഡിൽ മുമ്പോട്ടും പുറമോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഒരു VU മീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ഗാൽവനോമീറ്റർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിലേക്ക് എത്തുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഇത് ലെഫ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു VU മീറ്റർ എന്ന് പറഞ്ഞ ഒരു ലോ വോൾട്ടേജ് ഓഡിയോ സിഗ്നൽ വെച്ച് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഇതിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ്ലി ഇതൊരു ഔട്ട്പുട്ട് VU മീറ്റർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് സ്പീക്കർ ഹൈ പവർ ഔട്ട്പുട്ട്, സ്പീക്കർ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു റെസിസ്റ്റർ ഡിവൈഡർ ഉപയോഗിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടും അതുപോലെ തന്നെ മീറ്റർ വളരെ സെൻസിറ്റീവ് ആണ്. ഇങ്ങനെയുള്ള മീറ്ററുകളൊക്കെ അത് പെട്ടെന്ന് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മീറ്ററിന് ഉള്ളിൽ തന്നെ ഒരു ടൈനി കോപ്പർ കോയിലുണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു കോപ്പർ കോയിൽ ഇരിക്കുന്നത്. ആ കോപ്പർ കോയിലിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ DC സിഗ്നൽ ഇതിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു? ഓൾറെഡി ഇതിനകത്തുള്ള ഒരു മാഗ്നറ്റ് ഉണ്ടല്ലോ, അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാം മാഗ്നറ്റ് അവിടെ ഫിക്സഡ് ആണ്, പക്ഷേ കോയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കോയിലിന്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കുന്നു? നീഡിലും റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ എത്രത്തോളം കറണ്ട് സ്ട്രോങ് ആവുന്നു അത്രത്തോളം ഈ ഒരു ഇന്ററാക്ഷൻ കൂടുകയും അത്രത്തോളം മാക്സിമം ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ തിരിച്ച് റിട്ടേൺ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡാമ്പിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഒരു സ്പ്രിങ്
സ്പ്രിങ്ങും എല്ലാം ഇതിനേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള വൈൽഡ് ഷേക്കിംഗ് ഒന്നും ഇല്ലാത്ത ആ ഒരു ക്ലാസിക് വിയോമീറ്റർ മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രിങ്ങും ഡാമിംഗ് സിസ്റ്റം ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സിമ്പിളായിട്ട് ഈ ഒരു വിയോമീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് AC സിംഗിൾ സപ്ലൈ കൊടുത്തു, 12 വോൾട്ട് DC നമ്മൾ നേരെ വിയോമീറ്ററിന് ബാക്കിലായിട്ട് തന്നെ LED ബൾബിനുള്ള കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചു. ഓഡിയോ സിഗ്നൽ ലെഫ്റ്റ് ഒരു മീറ്ററിലേക്കും റൈറ്റ് ഒരു മീറ്ററിലേക്കും പോകുന്ന രീതിയിൽ കണക്ട് ചെയ്തു. നമുക്കൊന്ന് ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഒരു മീറ്റർ നമ്മുടെ ആംപ്ലിഫയറിൽ ഇൻപുട്ട് ലെവൽ മീറ്റർ ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിന്റെ സ്പീക്കറിന്റെ ഔട്ട്പുട്ടിലല്ല ഈ ഒരു മീറ്റർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിലായിരിക്കില്ല ഇതിന്റെ ഇൻഡിക്കേഷൻ വരുന്നത്. ഇതൊരു ഇൻപുട്ട് ലെവൽ ഇൻഡിക്കേറ്റർ ആയിരിക്കും. സോ സോൾജേഴ്സ്, അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ ക്യൂട്ട് വിയോമീറ്ററിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. തുടർന്നും മറ്റ് ചാപ്റ്റേഴ്സ് കാണാനും മറ്റ് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള DIY അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.